ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷി സാറിന്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 100 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണുക. PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. നമുക്ക് 10 ഇഡിയംസ് കൂടെ വേഗം പഠിച്ചെടുക്കാം. ഇത് വരുന്ന SSC എക്സാംസിനാണെങ്കിലും UPSC എക്സാംസ് ആണെങ്കിലും സ്റ്റേറ്റ് PSC എക്സാംസ്, അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഇത് ഉപകരിക്കപ്പെടും കേട്ടോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്, സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് ഓർ ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് വെച്ചാൽ ബൈ വൺ മീൻസ് ഓർ അനദർ, അതായത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള മീനിങ് ആണ് ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും, ഏത് വിധേനയും, അതാണ് കേട്ടോ, എങ്ങനെയെങ്കിലും, ഏത് വിധേനയും എന്നാണ് അതിന്റെ മീനിങ്. ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. എക്സാമ്പിൾ നോക്കിക്കേ, he is determined to obtain first division in his class or by hook or by crook. By hook or by crook, അതായത് അവൻ തീരുമാനിച്ചിരുന്നു, അതായത് അവന്റെ ഫസ്റ്റ് ഡിവിഷൻ, ക്ലാസ്സിലെ ഫസ്റ്റ് ഡിവിഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ഏത് വിധേനയും എത്തും എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ഏത് വിധേനയും എത്തും, അതാണ് ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ, രണ്ടാമത്തെ നോക്കിക്കേ, blow one's trumpet. Blow one's trumpet means to praise oneself. To praise oneself means സ്വയമേ പുകഴ്ത്തി സംസാരിക്കത്തില്ലേ, അതിനെയാണ് to praise oneself എന്ന് പറയുന്നത്. പൊങ്ങച്ചം പറയുക, നമ്മൾ പൊങ്ങച്ചം പറയുക എന്ന് പറയത്തില്ലേ, പൊങ്ങച്ചം പറയുക, അതാണ് blow one's trumpet എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, no one likes to talk to those who are always blowing their own trumpet. അതായത് എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അധികം സംസാരിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല, അതാണ് മീനിങ്. No one likes to talk to those who are always blowing their own trumpet. Blowing their own trumpet means to praise oneself, means സ്വയമേ പുകഴ്ത്തി പറയുക, പൊങ്ങച്ചം പറയുക എന്നതാണ് blow one's trumpet കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് മീൻസ് ഏത് വിധേനയും, ബൈ വൺ മീൻസ് ഓർ അനദർ, ബൈ വൺ മീൻസ് ഓർ അനദർ. സെക്കൻഡ് വൺ, blow one's trumpet means to praise oneself, പൊങ്ങച്ചം പറയുക എന്നതാണ് blow one's trumpet എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത് നോക്കിക്കേ, bell the cat, പൂച്ചക്കാരൻ വഴികെട്ട്. Bell the cat means to take first step at personal risk. To take first step at personal risk, അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, റിസ്ക് എടുക്കാനുള്ള ആ ഒരു ധൈര്യം കാണിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ bell the cat എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Many people can boast of their bravery but very few of them can bell the cat. അതായത് ഒത്തിരി ആൾക്കാർ അവരുടെ ധൈര്യത്തെ പറ്റി അവരെന്ത് ചെയ്യും, വളരെയധികം പുകഴ്ത്തി സംസാരിക്കും, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമേ bell the cat ചെയ്യാറുള്ളൂ. മീൻസ് വളരെ കുറച്ച് പേര് മാത്രമേ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നതാണ് കേട്ടോ. bell the cat means to take personal risk എന്നതാണ്. നാലാമത്തത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. പഠിച്ചു വെച്ചോ നിങ്ങൾ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ മീൻസ് ടു ബീറ്റ് മേഴ്സിലെസ്ലി. ബീറ്റ് മേഴ്സിലെസ്ലി മീൻസ് എന്താണ്, ദാരുണമായിട്ട് അടിക്കുക അല്ലെങ്കിൽ അടിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ തീഫ് വാസ് ബീറ്റൺ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബൈ ദ പോലീസ്. വാസ് ബീറ്റൺ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബൈ ദ പോലീസ്. പോലീസ് എന്ത് ചെയ്തു, ഒരു മനുഷ്യത്വം ഇല്ലാതെ കള്ളനെ വല്ലാതെ അടിച്ചു എന്നതാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ തീഫ് വാസ് ബീറ്റൺ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബൈ ദ പോലീസ് മീൻസ്, പോലീസ് മീൻസ് എന്ന് വെച്ചാൽ എന്താണ്, പോലീസ് കള്ളനെ ഒരു ദാർഷ്ട്യം കൂടാതെ തല്ലിച്ചതച്ചു എന്നതാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ മീൻസ് ടു ബീറ്റ് മേഴ്സിലെസ്ലി എന്നതാണ് കേട്ടോ. അപ്പൊ bell the cat എന്താണ്, ടു ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് പേഴ്സണൽ റിസ്ക്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്താണ്, ടു ബീറ്റ് മേഴ്സിലെസ്ലി. ഓക്കെ, അപ്പൊ 4 പക്കയായിട്ട് പഠിച്ചേ. അടുത്ത 5ാമത്തെ നോക്കാം. ബീറ്റ് ദ എയർ.
ബീറ്റ് ദ എയർ മീൻസ് ടു മേക്ക് യൂസ്ലെസ് എഫേർട്ട്. അതായത് നമ്മുടെ നിഷ്ഫലമായി പോകുക എന്ന് പറയത്തില്ല, നമ്മൾ എഫേർട്ട് എടുക്കുന്നതൊക്കെ വെറുതെ ആയി പോകുന്നതിനെയാണ് ബീറ്റ് ദ എയർ എന്ന് പറയുന്നത്. If you did not study, then your last minute study is beating the air. അതായത് നീ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നീ ഇപ്പോൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? ബീറ്റിംഗ് ദ എയർ. അതായത് യൂസ്ലെസ് എഫേർട്ട് ആയിരിക്കും അത്. ഇപ്പോൾ പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുപോയി പഠിക്കുന്നത് എന്താണ്? മേ ബി അത് യൂസ്ലെസ് എഫേർട്ട് ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ബീറ്റ് ദ എയർ മീൻസ് വാട്ട്? ടു മേക്ക് യൂസ്ലെസ് എഫേർട്ട് എന്നുള്ളതാണ്. അടുത്തത് ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ ഇതിൻ്റെ മലയാളം മീനിങ് ഉണ്ട് കേട്ടോ. വിഹഗ വീക്ഷണം എന്നതാണ്. വിഹഗ വീക്ഷണം, വീക്ഷണം എന്നുള്ളത്. കൺസൈസ് വ്യൂ, അതായത് നമ്മളിപ്പോൾ ഒരു നല്ല ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രദേശം നമുക്ക് എന്ത് ചെയ്യാം? വളരെ വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അതാണ് കൺസൈസ് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാഡ് എ ബേർഡ്സ് ഐ വ്യൂ. നമുക്കൊരു ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ ഒരു കൺസൈസ് വ്യൂ നമുക്ക് കിട്ടും എപ്പോഴാണ്? ഓഫ് ദ ഹോൾ ഫെയർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ജെയിൻ വീൽ. ജെയിൻ വീലിൽ കയറിയിട്ടുണ്ടോ നിങ്ങൾ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ. ഓക്കെ, ജെയിൻ വീലിൻ്റെ മേളിൽ നമ്മൾ ഇരുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുമുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ നോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അതാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ് ദ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് യൂസ്ലെസ് എഫേർട്ട്. യൂസ്ലെസ് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ബീറ്റ് ദ എയർ. ബേർഡ്സ് ഐ വ്യൂ മീൻസ് കൺസൈസ് വ്യൂ. അടുത്ത് നോക്കിക്കേ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഇത് മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നത് സഡൻ ഓർ അൺഎക്സ്പെക്റ്റഡ് ഷോക്ക്. സഡൻ ഓർ അൺഎക്സ്പെക്റ്റഡ്, അതായത് വിചാരിക്കാതിരിക്കാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീൻസ് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ദ ന്യൂസ് ഓഫ് ഹർ ഹസ്ബൻഡ് ഡെത്ത് ഇൻ ദ എയർ ക്രാഷ് came to her as bolt from the blue. അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ എയർ ക്രാഷിൽ മരണപ്പെട്ട അവളുടെ ഹസ്ബൻഡിൻ്റെ ന്യൂസ് അവളുടെ അടുത്ത് എത്തിയപ്പോൾ, ന്യൂസ് അവൾ കേട്ടപ്പോൾ അവൾ എന്തായി? അവൾക്ക് സഡൻ ഷോക്കായി പോയി. came to her as bolt from the blue. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൾക്ക് എന്തായി? അവൾ വളരെയധികം ഷോക്കായി പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുണ്ടാകുന്ന എന്താണ്? ഷോക്ക്, അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഷോക്ക്, അതാണ് അല്ലെങ്കിൽ സംഭവം. അതാണ് ഇത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ബി ഇൻ വൺസ് ബോണറ്റ്. ബി ഇൻ വൺസ് ബോണറ്റ് മീൻസ് ടു ബി ഫസി. ടു ബി ഫസി എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ എന്താണ്? പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെറുതെ പരാതി അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന, അതാണ് ബി ഇൻ വൺസ് ബോണറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ പരാതി പറയുന്നത് അതാണ് ബി ഇൻ വൺസ് ബോണറ്റ്. ഷീ സീംസ് ടു ഹാവ് എ ബി ഇൻ ഹെർ ബോണറ്റ് ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് ഫൈൻഡിങ് ഫോൾട്ട്സ് വിത്ത് അതേഴ്സ്. അവള് എന്താണ്? ബി ഇൻ ഹെർ ബോണറ്റ്, അതായത് വെറുതെ പരാതി പറയുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരുടെ ഫോൾട്ട് അവൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടു ബി ഫസി മീൻസ് എപ്പോഴും പരാതി അല്ലെങ്കിൽ എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതാണ് ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കുക, ബ്ലൂ സ്റ്റോക്കിംഗ്. ബ്ലൂ സ്റ്റോക്കിംഗ് മീൻസ് എഡ്യൂക്കേറ്റഡ് ബട്ട് പെഡന്റിക് ലേഡി. എഡ്യൂക്കേറ്റഡ് ബട്ട് പെഡന്റിക് ലേഡി എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ പെഡന്റിക്. പെഡന്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്പജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതായത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല, എന്തൊക്കെയോ അവിടെ ഇവിടെ അറിയാം എന്നുള്ളതാണ്. അതാണ് ബ്ലൂ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. പെഡന്റിക് മീൻസ് പാണ്ഡിത്യ നാട്യം. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കാണിക്കുന്ന, ഓക്കെ, പാണ്ഡിത്യ നാട്യം. ആക്ച്വലി അറിയത്തില്ല, പക്ഷെ എന്തൊക്കെയോ അറിയാമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതാണ് ബ്ലൂ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോബഡി ലൈക്സ് ടു മിക്സ് വിത്ത് ഹെർ. ആരും അവളുടെ കൂടെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് എ ബ്ലൂ സ്റ്റോക്കിംഗ്. ബ്ലൂ സ്റ്റോക്കിംഗ് ആയതുകൊണ്ടാണ്. മീൻസ് എന്താണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, മീൻസ് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്താണ്? അത്രത്തോളം അറിവില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ബ്രോക്കൺ റീഡ്. ബ്രോക്കൺ റീഡ് മീൻസ് സപ്പോർട്ട് ദാറ്റ് ഫെയിൽഡ്. ബ്രോക്കൺ റീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെന്ന് പറയാം? സപ്പോർട്ട് ദാറ്റ് ഫെയിൽഡ്. അതായത് നമുക്ക് ആപത്തിന് ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ആപത്തിന് ഉപകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആപത്തിൽ
ഉപകരിക്കാതിരിക്കുക, ഉപകരിക്കാതിരിക്കുക. ഓക്കെ, മല്ലന്റെയും മാധവന്റെയും കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ ആ ഒരു കഥ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ബ്രോക്കൺ റീഡ്, സപ്പോർട്ട് ദാറ്റ് ഫെയിൽഡ്. അതായത് വെൻ ഹി നീഡഡ് ഹെൽപ്പ് ഹിസ് ഫ്രണ്ട് പ്രൂവ്ഡ് എ ബ്രോക്കൺ റീഡ്. അവനൊരു സഹായം വന്നപ്പോൾ അവന്റെ ഫ്രണ്ട് ഒരു ബ്രോക്കൺ റീഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. ബ്രോക്കൺ റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഹെൽപ്പ് ചെയ്തില്ല. ഓക്കെ, അവനൊരു നല്ലൊരു ഫ്രണ്ട് അല്ല എന്നവൻ പ്രൂവ് ചെയ്തു. ബ്രോക്കൺ റീഡ് മീൻസ് സപ്പോർട്ട് ദാറ്റ് ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി വരാം. നോക്കിക്കേ, ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് മീൻസ് ബൈ വൺ മീൻസ് ഓർ അനദർ. അതായത് എങ്ങനെയെങ്കിലും. അടുത്ത ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? ടു പ്രൈസ് വൺ സെൽഫ്, പൊങ്ങച്ചം പറയുന്നതിനെയാണ് ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബെൽ ദ കാറ്റ് മീൻസ് ടു ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് പേഴ്സണൽ റിസ്ക്. അതായത് എന്താണ്? റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ബെൽ ദ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്താണ്? അതിദാരുണമായ എന്താണ്? ഒരു കരുണയും ഇല്ലാതെ അടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. അടുത്ത ബീറ്റ് ദ എയർ മീൻസ് ടു മേക്ക് യൂസ്ലെസ് എഫേർട്സ്. ബേർഡ്സ് ഐ വ്യൂ മീൻസ് കൺസൈസ് വ്യൂ. നെക്സ്റ്റ് ബോൾഡ് ഫ്രം ദ ബ്ലൂ മീൻസ് സഡൻ ഓർ അൺഎക്സ്പെക്ടഡ് ഷോക്ക്. ബി ഇൻ വൺസ് ബോണറ്റ്, ടു ബി ഫസി മീൻസ് വെറുതെ പരാതി പറയുന്നത്. ബ്ലൂ സ്റ്റോക്കിംഗ് മീൻസ് എഡ്യൂക്കേറ്റഡ് ബട്ട് പെഡന്റിക്. ബ്രോക്കൺ റീഡ് മീൻസ് സപ്പോർട്ട് ദാറ്റ് ഫെയിൽഡ്.